ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒത്തിരി ദിവസത്തിന് ശേഷം ലോങ് വീഡിയോസായിട്ട് വരുവാണ്. അപ്പോൾ ഇന്നാണെങ്കിൽ നമുക്കൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി കാണാം. ഞാനിന്ന് ഷോപ്പ് ലീവായത് കാരണം ഞാൻ വൈകുന്നേരം ഇരുന്നപ്പോഴത്തേക്കും ഓർത്തിച്ചിട്ട് നെയ്യപ്പം ഉണ്ടാക്കാമെന്ന് കരുതി. അന്നേരം നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പാത്രത്തിന് ഒരു പാത്രം അരിപ്പൊടി എടുത്തു. അതിന് അരപ്പാത്രത്തോളം മൈദാപ്പൊടി എടുത്തിട്ടുണ്ട്. രണ്ടും കൂടി നമുക്കൊരു വിസ്ക് വെച്ച് നല്ലവണ്ണം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. പിന്നെ അതിന് വേണ്ടി ഞാൻ ശർക്കര പാനി കാച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കാണിക്കാനങ്ങ് മറന്നുപോയി. കാരണം മറന്നുപോയതല്ല, ഞാൻ വീഡിയോ എടുക്കണമെന്നൊരു പ്ലാനിങ് ഇല്ലായിരുന്നു. ഇപ്പോൾ ഇതിങ്ങനെ ഇതാക്കിക്കൊണ്ട് നിന്നപ്പോഴായിരുന്നു എനിക്ക് വീഡിയോ എടുത്താൽ എന്താണെന്നൊരു ഇത് തോന്നിയത്. ഒത്തിരി ദിവസമായില്ലേ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ സമയം കിട്ടാറില്ല, അതുകൊണ്ട് ലോങ് വീഡിയോസ് ഇടാത്ത. ഇപ്പോൾ ഷോർട്സ് ഇടാനങ്ങ് മടി തോന്നുക. അപ്പോൾ ഒത്തിരി ദിവസമായി ഷോർട്സ് ഇട്ടിട്ട്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ശർക്കര ഞാൻ പാനി കാച്ചി വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അത് നമുക്ക് ചെറു ചൂടോടെ ഇതിലോട്ട് ഒഴിച്ചു. വേണ്ട ശർക്കര ഇവിടെ ഞാൻ തിളപ്പിച്ച് വെള്ളം പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിന് മുന്നേ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇതിൽ ശർക്കരയിൽ മണ്ണോ കല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. നമുക്കതൊന്ന് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ചൂടുണ്ട്. അപ്പോൾ ഈ ശർക്കര കാച്ചി വെച്ചേക്ക് നമുക്ക് ചെറു ചൂടോടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, സപ്പോർട്ട് ചെയ്യണം. എന്നും വീഡിയോസ് ഇട്ട് വരാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് വീഡിയോസ് എന്നും ഇടാത്തത്. എന്ന് കരുതി കാണാതിരിക്കരുത്, എല്ലാവരും വീഡിയോസ് കാണണം. എന്നും ലീവായിട്ട് നിൽക്കുന്ന ദിവസമൊക്കെ വിചാരിക്കും എന്തെങ്കിലുമൊക്കെ ലോങ് വീഡിയോസ് ഇടണം. പക്ഷേ പിന്നെ അതങ്ങ് മറന്നു പോകും. പിന്നെ ഓരോന്ന് ചെയ്ത് വരുന്ന സമയത്ത് വീഡിയോസ് എടുക്കുന്ന കാര്യം അങ്ങ് മറന്നു പോകും. അതാ പിന്നെ ലോങ് വീഡിയോസ് ഒന്നും ഇടാത്തത്. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ നല്ലതുപോലെ വിസ്ക് കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മാവ് നല്ലവണ്ണം ഡ്രൈ ആകുന്നുണ്ട് കേട്ടോ. മൊത്തം ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ വെള്ളം കൂടിപ്പോയാലോ. അതുകൊണ്ട് നമ്മൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ ഒന്ന് ഇതാക്കി എടുക്കണം. ഇപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ? മഴയെന്ന് പറഞ്ഞാൽ അപാര മഴ. പക്ഷേ ഇന്ന് മഴ പെയ്തിട്ടില്ല കേട്ടോ. ഇന്ന് നല്ല തോർച്ചയുണ്ട്. അതുകൊണ്ട് ഇന്ന് എൻ്റെ ജോലികളൊക്കെ നടന്നു. തുണി കഴുകുകയും മുറ്റം തൂക്കുകയും ഒക്കെ ചെയ്തു. എൻ്റെ ജോലികളൊക്കെ ഫിനിഷായി. ഇപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കുമാണ് ഇങ്ങനൊരു ഐഡിയ എൻ്റെ മനസ്സിൽ വന്നത്. ഞാൻ വിചാരിച്ചു ശർക്കര കൂട്ടിയത് കൂടുതലായിപ്പോയി കാണുമെന്ന്. പക്ഷെ കൂടുതലൊന്നുമല്ല കേട്ടോ. അത് അധികം വരുമെന്ന് വിചാരിച്ചു, പക്ഷെ അധികം വന്നിട്ടില്ല. മുഴുക്കാതെ വരുമെന്നൊരു ഡൗട്ടുണ്ട്. ചിലപ്പോൾ ഞാനിതിൽ വെള്ളം കൂടി ചേർക്കേണ്ടി വരും. നമ്മൾ ശർക്കര കാച്ചിയ വെള്ളം മുഴുത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളമോ പച്ചവെള്ളമോ കൂടി ഇതിലോട്ട് ചേർത്ത് കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കി എടുക്കാം. കറക്റ്റ് ഒരു പരുവമാക്കി എടുക്കാം. ഇപ്പം ഈ പരുവമായിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. കാരണം നമ്മൾ നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട്, എന്നാലും എന്തെങ്കിലുമൊക്കെ ചെറിയ കട്ടകൾ കാണും. അപ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. ഞാൻ വേണ്ട മിക്സിയുടെ ജാറിലിട്ട് അത് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. നമുക്കൊരു ശകലം വെള്ളം കൂടി ഒഴിച്ചൊന്ന് ആ മിക്സിയുടെ ജാറൊന്ന് കറക്കിയെടുക്കാം.
ഇപ്പോൾ ഞാൻ മിക്സിയുടെ ജാറും ഞാൻ കഴുകി ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് കറക്കി ഇതിലോട്ട് ഒഴിച്ചിട്ട് ഇപ്പോൾ അതേണ്ട തരിതരിപ്പില്ലാതെ നല്ല കട്ടകളെല്ലാം നല്ലതൊന്നും പൊടിഞ്ഞ് നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഉണ്ടോ? ഈ പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്ക് നെയ്യപ്പത്തിൻ്റെ തരിതരിപ്പ് വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 2 സ്പൂൺ റവ ഇട്ട് കൊടുക്കാം. രണ്ട് സ്പൂൺ റവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കത് ഒന്നുകൂടി ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി ജോയിൻ ചെയ്ത് കൊടുക്കാം. പിന്നെ തേങ്ങാക്കൊത്തുണ്ടെങ്കിൽ അതും നമുക്ക് നെയ്ക്കകത്ത് മൂപ്പിച്ച് ഇതിനകത്തിടാം. എനിക്ക് തേങ്ങാക്കൊത്ത് ഇവിടെ ഇല്ലാത്ത കാരണം ഞാൻ അത് ഇടുന്നില്ല. ഒരു ഇച്ചിരി കരിഞ്ചീരകം കൂടി ഇടുന്നുണ്ട്. കുറച്ച് കരിഞ്ചീരകം ഇടാവേ. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. കുറച്ച് കരിഞ്ചീരകം കൂടി ഇതിനകത്തോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറക്റ്റ് പരുവത്തിന് വേണ്ടി നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഒരു കാര്യം നമ്മൾ വിട്ടുപോയി. ശകലം സോഡാപ്പൊടി കൂടെ ചേർക്കാം. നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല, ഇപ്പം തന്നെ നമ്മൾ ചുട്ട് തുടങ്ങും. അന്നേരം ഒരു ശകലം സോഡാപ്പൊടിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ മാവ് റെഡിയാക്കി വെച്ചേക്കുവാണെന്നുണ്ടെങ്കിൽ, റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സോഡാപ്പൊടി ചേർക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കാത്തത് കൊണ്ട് അതിനൊരു നെയ്യപ്പത്തിൻ്റെ സോഫ്റ്റ്നെസ് കിട്ടണ്ടായോ, അതുകൊണ്ട് നമുക്ക് കുറച്ച് സോഡാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് എണ്ണ നല്ലോണം തിളച്ചിട്ടുണ്ട്. ആ തിളച്ച എണ്ണയിലേക്ക് നമുക്ക് ഇത് ഓരോ തവി വെച്ച് കോരി ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പൊങ്ങി വന്നിട്ടുണ്ട് കൈ. പപ്പടം പൊങ്ങുന്ന കൂട്ടത്തിൽ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തിരിച്ച് മറിച്ചോട്ട് വേവിച്ചെടുക്കാം. അയ്യോ, അതെന്താ അങ്ങനെ ഒരു ഷേപ്പ്. നമുക്ക് തിരിച്ചും വിട്ട് നല്ലവണ്ണം നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ആകുന്നത് വരെ, ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് തിരിച്ചും മറിച്ച് വിട്ട് വേവിച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. വിചാരിച്ചില്ല ഇത്രയെങ്കിലും ശരിയാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും ഇത്രയെങ്കിലും ശരിയായി കിട്ടിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. നെയ്യപ്പത്തിൻ്റെ രൂപമൊക്കെ ആയല്ലോ, അതിലെനിക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത്. നല്ല മുരിഞ്ഞ നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് പഞ്ഞി പോലത്തെ നെയ്യപ്പം. കണ്ടോ, നല്ല പഞ്ഞി പോലത്തെ നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും സെറ്റായിട്ട് കിട്ടുമെന്ന്. ചൂടുണ്ട് കേട്ടോ, കൈ പൊള്ളുന്നു. കണ്ടോ, നല്ല പഞ്ഞി പോലത്തെ നെയ്യപ്പം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇനിയിപ്പം നമുക്ക് നെയ്യപ്പവും ഇനി ചായക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചായയും നെയ്യപ്പൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു കൊച്ചു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവരും